ഹലോ ഗെയിമേഴ്സ്, ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ഇൻഫോ എന്ന് പറയുന്നത് അസെൻസിയോ എങ്ങനെയാണ് ടി വിയിൽ കയറിയത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ടി വിയിൽ നിന്ന് ഇറങ്ങിയതിനെ കുറിച്ച് ഈഗിള് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓവന് ഈ പറയണത് പോലെ അവിടെ കളിക്കുക, കൂട്ടുകാരൊക്കെ അവിടെയാണ്, അതുകൊണ്ട് കൂട്ടുകാരുടെ കൂടെ പോയി കളിക്കാം എന്നുള്ള രീതിയിൽ അവിടെ KV-ക്കകത്ത് കയറുവാണെന്ന് പറഞ്ഞു. അപ്പൊ KV-ക്കകത്ത് കയറി അവരുടെ കൂട്ടത്തിൽ പോവാ എന്നുള്ളൊരു സംഭവം പറഞ്ഞു. അപ്പൊ അസെൻസിയോ വീണ്ടും ഒറ്റയ്ക്കായി. അപ്പൊ അവൻ ഇങ്ങനെ നമ്മുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ഭയങ്കര ഡബിൾ മൈൻഡഡ് ആണ്, മറ്റേ ഇതാണ് എന്നുള്ള കാര്യമെല്ലാം ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ റാവോടും പറഞ്ഞു, ഞാൻ അവനോടും പറഞ്ഞു, നീലിനോടും പറഞ്ഞ് നമുക്ക് നിർബന്ധിച്ച് കയറ്റേണ്ട ആവശ്യമില്ല, അവന് താല്പര്യം ഉണ്ടെങ്കിൽ വരട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞു വെച്ചിരുന്ന കാര്യം. അപ്പോൾ അല്ലാതെ നമ്മൾ അവിടെ പോയിട്ട് നാളെ തന്നെ 25 ലക്ഷം രൂപയുടെ ബൂട്ട് ക്യാമ്പ് വാടകയ്ക്ക് എടുത്ത് 10,000 റെന്റ് കൊടുക്കാം, 50 പേർക്ക് PC, 2 പേർക്ക് എല്ലാവർക്കും ഉച്ചയ്ക്ക് പൊതിച്ചോറ് എന്നൊന്നും ഞാൻ ഒരാളുടെ അടുത്തും വാഗ്ദാനം കൊടുത്തിട്ടില്ല. അങ്ങനെ വാഗ്ദാനം കൊടുക്കേണ്ട ഗതികേട് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല, മനസ്സിലായോ? കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ അസെൻസിയുടെ അടുത്ത് കോളിൽ ക്ലിയർ ആയിട്ട് ഇന്ന് ഞാൻ അവനെ വിളിച്ച്, എനിക്കറിയാം ഇതൊക്കെ എങ്ങനെയൊക്കെ തിരിയുമെന്ന്, അതുകൊണ്ട് ഞാൻ അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ കയ്യിൽ വീഡിയോ ഇട്ടിരിപ്പുണ്ട്. അത് അവൻ ഇതിന് റിപ്ലൈ പറയുമ്പോൾ ഞാൻ പറഞ്ഞോളാം. അസെൻസിയോ ഞങ്ങൾ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അസെൻസിയോട് പറഞ്ഞു, അസെൻസിയോ ഞങ്ങൾക്ക് PC ഒന്നും മേടിച്ചു തരാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇതൊന്നും പറ്റത്തില്ല. ഇവിടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നിങ്ങൾക്ക് നല്ലൊരു ഇതുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ നീല് അവൻ ഇവിടെ കയറി സ്ട്രീം ചെയ്തു, അവന് വേണ്ടുന്ന PC എടുത്തു. അതേപോലെ ഒരു ഓപ്പർച്യൂണിറ്റി നിനക്കുണ്ട്. നമ്മുടെ ഓഡിയൻസ് കാണാൻ വരും, കിക്ക് പോലത്തെ പ്ലാറ്റ്ഫോമുകളിൽ നിനക്ക് സ്ട്രീം ചെയ്യണമെങ്കിൽ സ്ട്രീം ചെയ്യുക. അതാണ് TV-ക്ക് തരാൻ പറ്റുന്ന ഏക കാര്യം എന്ന് അന്നും ഇന്നും ഞാൻ വരുന്ന പ്ലേയേഴ്സിനോടെല്ലാം പറയുന്ന കാര്യം ഇതാണ്. മനസ്സിലായോ? സ്വന്തമായിട്ട് ഏൺ ചെയ്യുക, അതാണ് കാര്യം, അതാണ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അതാണ്. അല്ലാതെ വരുമ്പോഴേ PC കൊടുക്കുക, ഇതല്ല. ഇത് എന്റർടൈൻ ചെയ്യാൻ നമുക്ക് അങ്ങനെ കൊണ്ടുവരേണ്ട ആവശ്യം നമുക്കിപ്പോ കറന്റ് TV-യുടെ ഇതിനകത്തില്ല. അതായത് തല്ല് കൊണ്ടിരിക്കുന്നവർക്ക് എങ്ങനെയും ബൈ ചെയ്ത ആൾക്കാരെ കൊണ്ടുവരാൻ ഉള്ള ഇത് കാണും. പക്ഷെ നമുക്ക് അന്താരാഷ്ട്ര ലീഗ് കളിക്കാൻ അതാ ഞാൻ പറഞ്ഞത്, PC ഒക്കെ കൊടുത്ത് മറ്റേ ഇതൊക്കെ മേടിച്ച് അങ്ങനെ. എടാ, നമ്മുടെ ഇവിടെ വന്ന് ഹാർഡ് വർക്ക് ചെയ്തവർക്കാണ് ഇതെല്ലാം കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇവരെയൊക്കെ എത്ര നാളായിട്ട് TV കാണുന്നതാ? ഇപ്പൊ ഈ റീസെന്റ് നമ്മൾ എത്രയാണ് 8-9 PC, ഈ 9 PC ഒക്കെ ഇവർക്ക് കിട്ടിയത് എപ്പോഴാ? ഇത്രയും കാലം വന്നിരുന്ന് സ്ട്രീം ചെയ്തിട്ടാ. അല്ലാതെ നേരെ വന്നിട്ട് ഞാൻ PC മേടിച്ചു തരാം, വീട്ടിൽ കറണ്ട് ബിൽ അടച്ചു തരാം, അങ്ങനെയല്ല. അതിന്റെ അത് വർക്കാവണതേ അങ്ങനെയല്ല. അപ്പം അങ്ങനെ തുടങ്ങിയ ഒരു സാധനമാണ്. അപ്പം ഞങ്ങൾ അസെൻസിയോടടുത്തും ഇത് ക്ലിയർ ആയിട്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞു, ഇതാണടാ കാര്യം എന്ന് പറഞ്ഞു. ഓക്കെ, അസെൻസിയോ നമ്മൾ ഓക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീണ്ടും രാത്രിയിൽ വിളിച്ചിട്ട് ഇതുപോലെ ഡബിൾ മൈൻഡാ അതാന്നൊക്കെ പറഞ്ഞ് ഞാൻ അന്നേരം തന്നെ പറഞ്ഞായിരുന്നു നീലിന്റെ അടുത്ത്, എടാ ഞാൻ നീലുണ്ടോ ഇവിടെ? ഞാൻ നിന്റെ അടുത്ത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്, അന്നും പറഞ്ഞ കാര്യമാണ്. അവന് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കളിപ്പിച്ചു, അത് നിർബന്ധിക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ. ഞാനിത് അവന്റെ അടുത്ത് ഞാൻ പറഞ്ഞ കാര്യമോ. കാരണം അങ്ങനെ കളിച്ചിട്ട് കാര്യമില്ല ഗൈസ്, ഒരു സിനർജി ഇല്ലാതെ ഇത് കളിച്ചിട്ട് ഒരു കാര്യമില്ല. അതായത് അവൻ ബുദ്ധിമുട്ടി ആർക്കോ വേണ്ടി കളിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കൂല. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം അസെൻസിയോ ഓരോ ദിവസവും ഈ പറയണത് പോലെ ഇവിടെ വന്ന് VC-യിൽ വന്നു കഴിഞ്ഞാൽ മെമ്പേഴ്സിന്റെ കൂടെ മ്യൂട്ട് ചെയ്തിരിക്കും, ഒരാളോട് സംസാരിക്കൂല. ഇത് കുറെ പേര് മൾട്ടിപ്പിൾ ആയിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയാൻ തുടങ്ങിയപ്പോൾ, അതായത് നമ്മുടെ മെമ്പേഴ്സ് അങ്ങനല്ല. നിങ്ങൾ ഇവിടെ ഒരു റിക്രൂട്ട്മെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്തിൻ എ വീക്ക് അല്ലെങ്കിൽ ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്കിന് ആ ഒരു പ്ലെയർ കുറച്ചുകൂടെ ആക്റ്റീവായി സംസാരിച്ചൊക്കെ തുടങ്ങും. അസെൻസിയോ ഞങ്ങൾ ആകെ സംസാരിക്കുന്നത് അവന്റെ ലൈവിൽ മാത്രമാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. നമ്മളുമായിട്ട് യാതൊരു ഇത് ഹെയ്റ്റ് അല്ലേ ഗൈസ്, അവൻ്റെ അടുത്ത് ഹെയ്റ്റ് പറയുമല്ല. അവനൊരു ഇൻട്രോവേർട്ട് പോലത്തെ സെറ്റപ്പ്, അവനൊരു കംഫർട്ടബിൾ സോൺ ഇവിടെ തോന്നിയില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. അതായത് നമ്മുടെ അടുത്ത് അവൻ ആ ഒരു കംഫർട്ടബിൾ സോൺ തോന്നിയില്ല. അവൻ ഭയങ്കര ഇതായിട്ട് മിണ്ടാതെ ഇരിക്കുമായിരുന്നു, ആരടുത്തും മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല, ഒന്നുമില്ല, ഇങ്ങനത്തെ രീതിയായി. അപ്പോഴത്തേക്കിന് ഞാൻ ഒരു ദിവസം അസെൻസിയോ വിളിച്ചിട്ട് പറഞ്ഞു, അസെൻസിയോ ഇത് എടാ കുറച്ചും കൂടി ഇതായിട്ട് ആക്റ്റീവായിട്ട് ഒക്കെ നിൽക്കുക, എല്ലാവരുമായിട്ടൊന്ന് നീ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഇന്ററാക്ട് ചെയ്താൽ ശരിയാവും എന്ന് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു. മനസ്സിലായോ? ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ ആക്കി ഇത് കഴിഞ്ഞിരിക്കുമായിരുന്നു. അപ്പോഴാണ് പെട്ടെന്നൊരു ദിവസം നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ വേറെ ഗ്യാങ്ങുകൾ അല്ലെങ്കിൽ വേറെ ആൾക്കാർ പർച്ചേസ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഞാനായിട്ട് ഈ ഗ്യാങ്ങിന് എടുത്ത് മാറ്റിയതാണ് അസെൻസിയോ. അതിന്റെ കാരണം എന്താ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. അതായത് എനിക്ക് കുറച്ച് ദിവസം ഇത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ KV-യിലുള്ള കുറച്ച് പ്ലേയേഴ്സ് പോകുമെന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായി. അതിനൊരു കാരണമുണ്ട്. അത് ഇവന്മാർ പറഞ്ഞായിരുന്നു, ദാമു കളി നിർത്തിപ്പോയി, അതുകൊണ്ട് ദാമു കളി നിർത്തിപ്പോയത് കൊണ്ട് നമ്മൾ കളിക്കുവാണെങ്കിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ചേ കളിക്കുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. മനസ്സിലായോ? എല്ലാവരും ഒരുമിച്ചേ കളിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഏകദേശം കാര്യം പിടികിട്ടി, KV-യിലെ പ്ലേയേഴ്സ് ഇറങ്ങുവാണ്, ദാമു തിരിച്ചു വരുന്നു, അപ്പോൾ എന്തായാലും ഒബ്വിയസ്ലി ഇവനും പോകും. അപ്പൊ ഞാൻ നേരെ പോയി അസെൻസിയോ എടുത്ത് ഞാൻ ബ്രാവോ എടുത്ത് പറഞ്ഞു, ബ്രാവോ എങ്ങനെയാണ് അവൻ ഇവിടെ കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറ, അല്ലെങ്കിൽ
ഇത് ഇവിടെ നിന്നിട്ട് നാളെ ഗ്യാങ്, അതായത് ഏതോ ഒരു ഗ്യാങ് ഇന്ന് ഫോം ആവുന്നതായിരുന്നല്ലോ, ആ ഗ്യാങ് ഫോം ആവുന്ന സമയത്ത് ഇറങ്ങി പോവുക എന്നുള്ള പരിപാടി നടക്കത്തില്ല. അത് വേണ്ടാന്ന് പറഞ്ഞ് അവന് പോണെങ്കിൽ ഇപ്പൊ പോവാം. അല്ലാതെ ഇവിടുന്ന് ഇത് ഇറങ്ങി പോയാലുള്ള മാസ് അടിക്കാൻ നമുക്ക് പറ്റൂല. നിനക്ക് ഏതാണോ കംഫർട്ടബിൾ അസൻഷിയോ നിനക്ക് അത് ചൂസ് ചെയ്യാം എന്ന് നേരെ അങ്ങോട്ട് ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞിട്ട് അന്നേരം അവൻ പറഞ്ഞ് എനിക്ക് ആലോചിക്കാൻ സമയം വേണം, വൈകുന്നേരം വരെ സമയം വേണം എന്ന് പറഞ്ഞ് സ്റ്റോറി ഇടുന്ന നിങ്ങൾ ആലോചിച്ചാൽ ഒരു 9:20 ഞാൻ പറഞ്ഞു ഞാൻ ഇന്നലെ വന്ന് ലൈവ് ഇടാന്ന് വിചാരിച്ചിരുന്ന, എനിക്ക് വയ്യാഞ്ഞോണ്ടാണ് ഞാൻ ഈ പറയണത് പോലെ ഇടാഞ്ഞത്. അപ്പം ഈ സ്റ്റോറി ഇടുന്നതിന് തൊട്ട് മുമ്പ് അവൻ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞ് എനിക്ക് അവന്മാരുടെ കൂടെ കളിക്കാനാണ് താല്പര്യം, ഞങ്ങൾ ഒരുമിച്ച് വന്നതാ, എനിക്ക് അവരാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ, ഞാൻ അവരുടെ അടുത്ത് പോവുക. റെസ്പെക്ട്, ഒരു പ്രശ്നമില്ല അസൻസിയോ. ഞാൻ അതിൽ ഇവിടെ വന്ന് ഞങ്ങളെ ഒരു രീതിയിലും അവ യൂസ് ചെയ്യാനും ലൂട്ട് ചെയ്യാനും നിന്നിട്ടില്ല. അത് ഞാൻ ഇപ്പോഴും പറയുക, ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് ആ സ്ഥാനത്തിലേ ഒരു പ്രശ്നമില്ല. നിന്റെ കൂടെ ഒരുമിച്ച് കളിച്ച് വന്ന പ്ലേയേഴ്സിൻ്റെ അടുത്തോട്ട് പോകുന്നതിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, അത് ഓക്കെയാണ്. അവിടോട്ട് നേരെ അവൻ അങ്ങനെ പോവാന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളായിട്ട് ടി വിന്ന് കിക്ക് ചെയ്തതാണ്, ടി വിന്ന് എടുത്ത് കളഞ്ഞതാണ്. ആൻഡ് ഈ പറയണത് പോലെ അസൻഷിയോയെ കൊണ്ടുവന്ന് നമുക്ക് കളിപ്പിക്കണം, അങ്ങനെ ഒരു പ്ലെയർ ഞങ്ങൾക്ക് വേണം, പോയാൽ ഞങ്ങൾക്ക് ബാഡ് ആവും, ഞങ്ങൾക്ക് വിഷമമാവും. ഓരോരുത്തർ കർമ്മയെന്നും മറ്റും ഇതൊക്കെ പറഞ്ഞു കേൾക്കുമ്പം എനിക്ക് ചിരിയാണ് വരുന്നത്. ബ്രോ, നിങ്ങൾക്കാണ് പ്ലേയേഴ്സിനെ ആവശ്യം, നിങ്ങളുടെ ലീഡർമാരാണ് ലൈവ് ഇട്ട് കരയുന്ന, മണൽത്തരി പോയി ആളില്ല കളിക്കാൻ എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളല്ല, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ പ്ലേയേഴ്സ് ഉണ്ട്. ഞാനിവിടെ അധികം ആയതുകൊണ്ട് മാറ്റി ഇടണേ. എനിക്കൊരു ലൈനപ്പ് ഇടാൻ പോലും ബുദ്ധിമുട്ടുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് വരുമ്പോൾ ഞങ്ങൾക്ക് എന്തോ ലോസ് ഉള്ളത് പോലെയാണോ നിങ്ങൾ ഇത് സംസാരിക്കണേ? എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് എക്സ്ലാൻഡിസിൽ ഏതൊക്കെ പുതിയ ഗ്യാങ്ങുകൾക്കാണ് അപ്രൂവൽ കൊടുത്തത് എന്നുള്ളതിനെ കുറിച്ച് ബ്രാവോ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ 4 ഗ്യാങ്ങിൻ്റെ 500 പോയിന്റ്സ് കംപ്ലീറ്റ് ആക്കിയത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് ഇട്ടത്. അതിൽ അപ്പോൾ RC7 431 പോയിന്റ് ആയിട്ടുള്ളൂ. NB 371. അപ്പോൾ ഈ 4 ഗ്യാങ് ആണ് ഇപ്പോൾ കറൻ്റ്ലി ഡയറക്റ്റ് ഗ്യാങ് ആയിട്ടുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ ഇനിയും സർവറിൽ നിന്ന് ഗ്യാങ് ഡിസ്മാൻഡലിംഗ് വരും. അതിനൊരു ക്രൈറ്റീരിയ വരുന്നുണ്ട്. അത് 2 വീക്സ് ആണ് മോണിറ്ററിംഗ് പീരീഡ് വരുന്നത്. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യൂവേഴ്സ് ഇത് KVയുടെ ഡൗൺഫാൾ ആണ്, KV 2-0 വാറ് തോറ്റു എന്നുള്ളതിനെ കുറിച്ച് കാസ്ട്രോയിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് കാസ്ട്രോ കൊടുത്ത മറുപടി നമുക്കൊന്ന് കണ്ടു നോക്കാം. Castro Gaming is KV on downfall, bro. Still 2-0, still 2-0, still 2-0. പിന്നെ ഒരു വാറടിക്കാനായിട്ട് ആ ഗ്യാങ് ഇപ്പൊ ഇല്ല. പിന്നെ ഇനിയിപ്പോ 2-0 ആവശ്യം വരില്ല. എനിക്കൊന്ന് ഇവര് മറ്റേ ആ ഗ്യാങ് തന്നെ ഇപ്പൊ 2 പിരിഞ്ഞാൽ അവര് തമ്മിൽ തന്നെ മിക്കവാറും ആദ്യത്തെ വാർ മിക്കവാറും അവര് തമ്മിലായിരിക്കും മിക്കവാറും. അപ്പൊ അതൊക്കെ ഒന്ന് ആദ്യം നോക്ക്, അതിലാരെ ജയിക്കുന്നതൊക്കെ ഒന്ന് ആദ്യം തീരുമാനമാക്കുക. എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് നോക്കിയാൽ പോരെ, എന്നിട്ട് അപ്പുറത്തെ പേരേക്ക് നോക്കിയാൽ പോരെ. അത് സ്വന്തം ഗ്യാങ് അടിച്ചു പിരിഞ്ഞത് രണ്ടും തമ്മിൽ തല്ലുകൂടണൊക്കെ ഒന്ന് സെറ്റാക്കുക, അതിലാരെ ജയിക്കുന്നതെന്ന് സെറ്റാക്കുക. എന്നിട്ട് അപ്പുറത്തുള്ളവരുടെ ഡൗൺഫോൾ നോക്കിയാൽ പോരെ. നമ്മൾ കുറെ കാലമായിട്ട് പെടുന്നുണ്ട്, ഇതേപോലത്തെ പല സ്റ്റേജിലൂടെയും പോയിട്ടുണ്ട്. നമ്മളത് റിക്കവർ ആയിട്ട് വരും. ഇതേപോലെ പോകുന്ന പ്ലേയേഴ്സിനെ നമുക്ക് പിടിച്ചു നിർത്തേണ്ട ആവശ്യമില്ല. അങ്ങനെ പോവാണെങ്കിൽ പോട്ടെ, ലൈക്ക് അവർക്കത് അവരുടെ ഇഷ്ടമാണ്, ഓരോ പ്ലേയേഴ്സിനെ എവിടെ കളിക്കണം എന്നുള്ളത്. നമ്മൾ അതിനെ ഫോഴ്സ് ചെയ്യിപ്പിച്ചിട്ടില്ല, നമ്മൾ ഇവിടെ ഗ്യാങ്ങിൽ കൊണ്ടുവന്നുള്ളത്. സോ അവർക്ക് അതേപോലെ തന്നെ പോകണമെന്നുണ്ടെങ്കിൽ അത് അവരുടെ ഇഷ്ടം. അതിന് ഡൗൺഫോൾ എന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞു വരുന്നുണ്ടെങ്കിൽ ആദ്യം സ്വന്തം കുണ്ടി നേരെയാണെന്ന് നോക്കുക. ആദ്യം സ്വന്തം കുടുംബത്തിൽ അല്ലെങ്കിൽ സ്വന്തം ഗ്യാങ്ങിൽ നല്ല രീതിക്കാണ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. എന്നിട്ട് അപ്പുറത്തുള്ള പെരയെ വന്നിട്ട് തലയിടാം. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് ദാമു കുറച്ച് പ്ലേയേഴ്സുമായിട്ടുള്ള പുതിയ റിക്രൂട്ട്മെന്റിനെ കുറിച്ചും അതുപോലെ തന്നെ ഷെയ്ക്കിനെ ട്രോളിക്കൊണ്ടുള്ള ഷെയ്ക്കിനുള്ള മറുപടിയും ഈഗിള് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ദാമു PPയെ ഫ്ലഫി ബോയ് ഇൻവൈറ്റ് ചെയ്ത് ഈ പറയുന്ന എന്തോ RCCയോ എന്തിനകത്താണ് RZ1 അതിനകത്ത് RZ7 അത് കളിക്കാൻ വേണ്ടിയിട്ട് ഫ്ലഫി ബോയ് ഇൻവൈറ്റ് ചെയ്ത്. ഫ്ലഫി ബോയ് ഇൻവൈറ്റ് ചെയ്തപ്പോഴത്തേക്കിന് അവന് കളിക്കാൻ ഇവിടെ വരുവാണെങ്കിൽ ഒറ്റയ്ക്ക് കയറാൻ പറ്റത്തില്ല, ബാക്കിയുള്ളവരും കൂടെ വരാം എന്നുള്ള രീതിയിൽ ഇതാക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നതിൻ്റെ കൂട്ടത്തിൽ KVക്കകത്ത് കയറിയ ആൾക്കാരെയും ഇറക്കി. അതിൻ്റെ കൂട്ടത്തിൽ ഉറപ്പായിട്ടും അവന് അസൻഷിയോയ്ക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഇവന്മാരുടെ കൂടെ ഒരുമിച്ച് കളിക്കാനാണ്. സോ അസൻഷിയോ ഇറങ്ങി. ഇതാണ് സ്റ്റോറി, ഇതാണ് റിക്രൂട്ട്മെന്റ്സ്. മനസ്സിലായോ? ഇതാണ് റിക്രൂട്ട്മെന്റ്സ്, ഇതാണ് അവരുടെ പ്ലാൻ. ഇതിന്റെ കൂട്ടത്തിൽ പിന്നീട് ഒരാളോട് ജോയിൻ ചെയ്യും. അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ മനസ്സിലാവും. ആൻഡ് ഈ ഒരു റിക്രൂട്ട്മെന്റ് സെനാറിയോയിലേക്ക്
ഇതിനകത്തോട്ട് വിളിച്ചിട്ട് പ്ലേയേഴ്സ് എടാ നീ വന്ന 1,30,000 രൂപ തരാം, കിക്കിന്റെ എഗ്രിമെന്റ് സെറ്റാക്കി തരാം, നിനക്ക് PC വേണേ PC സെറ്റപ്പ് ചെയ്ത് തരാം, ഇതെല്ലാം ചെയ്യാതെ തരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് TV ന്ന് ഇറങ്ങിയ ആൾക്കാർക്ക് വരെ ഇൻവിറ്റേഷൻ വന്നു. മനസ്സിലായോ? TV ന്ന് ഇറങ്ങി ഇതെല്ലാം സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇവരൊരു കാര്യം മനസ്സിലായത്, ഗ്യാങ് ഇല്ല ഇവിടെ ഗ്യാങ് ഇല്ല. മനസ്സിലായി? ഇവിടെ ഗ്യാങ് ഇല്ല. അത് അങ്ങനെ ഒരു ചെറിയ പറ്റിപ്പോയി. ഇറ്റ്സ് ഓക്കെ, എന്നാലും ശരിയാവും. പറഞ്ഞു വരുന്നത് അതിനെ പറ്റിയാണല്ല. ഞാൻ എന്നിട്ട് ഇതുപോലെ എല്ലാവരെയും വിളിച്ച് കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇതായിരുന്നു സെനാറിയോ. ബ്രോ, നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഒരു ധാരണയുണ്ട് ഈ അസൻഷ്യോ പോയതിൽ ഞാൻ നെഞ്ചു പൊട്ടി വേദന എടുത്ത് TV ന്ന് ഒരാൾ പോയല്ലോ, ഈഗോ, മറ്റേ മണി പർച്ചേസ് എന്നൊക്കെ പറഞ്ഞ്. എടാ, നീയൊക്കെ പർച്ചേസ് ചെയ്തവന്മാരൊക്കെ എന്ത് ചെയ്യുന്നു കണ്ടോ? അപ്പുറത്തിരുന്ന് നിന്നെയൊക്കെ തന്നെ ഇളക്കി വിളിക്കണം. വേറെ അതിനൊക്കെ ഏറ്റവും വലിയ കോമഡി ഞാൻ പറയാം ഗൈസ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, അമ്പി എന്ന് പറയുന്നതിന്റെ എക്സാമ്പിൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? അതൊരു ആളാ. അതൊരു അമ്പി ഈക്വൽ ടു ഒരാളാ. അത് എനിക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റും. ഞാൻ പറയണെന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു സമയത്ത് നിങ്ങൾ പറഞ്ഞ ഓർമ്മയുണ്ടോ മറ്റേ PK മാരി? അവൻ ഒരു പാവം. അവനടുത്ത് ഒന്ന് പാവൻ ചെറുക്കൻ, കുഞ്ഞിന്റെ മനസ്സ്, കൈയിട്ട പോലും കടിക്കാത്ത ഇങ്ങനെ പറഞ്ഞ ഒരാള് ഞാൻ നോക്കിയപ്പോ ഇന്നലെ പറയുവാണേ അവനാണ് ഈകളുടെ പെണ്ണേഴ്സ് തപ്പിപ്പോയി. ഞാൻ പറഞ്ഞിട്ടുണ്ട് അവനോട്, ഞാൻ പറഞ്ഞ അതേപോലെ അവ അനുസരിച്ച്. ഞാൻ കേട്ടിട്ട് കിളി പോയിട്ട് എന്റെ കേട്ടിട്ട് കിളി പോയി. ഞാൻ വേറെ ആരോടെ പറയാൻ കഴിച്ചു. ഞാൻ സത്യം പറഞ്ഞ ഇവരിങ്ങനെ ഇരുന്ന് ഇപ്പൊ അടി ഉണ്ടാവുന്ന കാണുമ്പോ എനിക്ക് ചിരി വരുന്നു. ഈ റൂമിൽ വെച്ച് ഇവിടെ വെച്ചിട്ട് എന്നെ ഒരാൾ പരിചയപ്പെടുത്തി തരുവാട്ടോ. ബ്രോ, ഇവനെ എന്റെ കൂടെ ഈ ചങ്കിനകത്തുണ്ടായിരുന്നു ഇത്രയും നാള്. ഇവനെ എന്റെ കൂടെ എല്ലാത്തിനും ഉണ്ട്. എല്ലാത്തിനും എന്റെ കൂടെ ഉണ്ട്. അതുകൊണ്ടാ നിങ്ങൾ ഇവനെ പറയുമ്പോ എനിക്ക് ദേഷ്യം വരുന്നത്. അതുകൊണ്ടാ എനിക്ക് ഇവനെ നിങ്ങൾ പറയുമ്പോ ദേഷ്യം വരുന്നത്. എനിക്ക് അത്രയ്ക്ക് നോവ് ഇവിടെ എന്ന് പറഞ്ഞ ആള് ഞാൻ നോക്കിയപ്പോ പുള്ളി ഇരുന്ന് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കണെന്ന്. ഇവര് രണ്ടുപേരും രണ്ട് ചേരിയായി. മനസ്സിലായോ? എടാ, എന്നിട്ടും നിങ്ങൾ ഇതിനകത്ത് എങ്ങനെ ഗൈസ്, ഞാൻ ഒരു കാര്യം പറയും, ഓഫ്ലൈൻ സംസാരിക്കുന്ന കാര്യമേ അല്ല നിങ്ങളുടെ ഈ സ്ക്രീനിൽ വന്നിരുന്ന് ഇവർ പ്രസന്റ് ചെയ്യുന്ന ഒരു മുഖം എന്ന് പറയണത്. മനസ്സിലായോ? എല്ലാ കാര്യവും ഭയങ്കര സിമ്പിൾ ആയിട്ട് പ്രസന്റ് ചെയ്യും ചിരിച്ചുകൊണ്ട്. അതായത് ഇപ്പൊ എന്തെങ്കിലും പോക്കൃത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ നേരെ വന്നിരുന്ന് ക്യാമറ നോക്കി, എടാ ഞാനന്ന് അവളെ മറ്റേ നേരമോളെ വിളിച്ചായിരുന്നു. അതിപ്പോ അവക്ക് പ്രശ്നമില്ല, വേറെ ആർക്ക് പ്രശ്നം. എന്നിട്ട് ഞാൻ അടുത്ത ദിവസം ഇങ്ങനെ ഇത് കണ്ടിട്ട് അടുത്ത ദിവസം കാണുമ്പോ ഉണ്ടല്ലോ, ഞാൻ നോക്കിയപ്പോ സിറ്റിയിലെ ഏതോ ഒരു സിറ്റിസൻസിനെ, ഹീസ് എ ജെന്റിൽമാൻ, സിറ്റിയിലെ ഏതോ ഒരു സിറ്റിസനെ പെങ്കൊച്ചിനെ, എടാ പെങ്കൊച്ചിന്റെ അടുത്തൊന്നും പറയല്ലേടാ, ഓഫ്ലൈനിൽ ഇരുന്ന് എന്തും പറയാം, ഓഫ്ലൈനിൽ ഇരുന്ന് എന്ത് അപരാധവും പറയാം, എന്ന് വെച്ചാൽ എന്ത് പോകൃത്തരം തമ്മി എന്നിട്ട് നാട്ടുകാരുടെ പെണ്ണ് കേസ്, കഞ്ചാവ് കേസ് എല്ലാം തപ്പി പിടിക്കണം. ഒരു ഗെയിമിൽ അങ്ങ് തീർത്താ പോരെ, എന്തിനാണ് ഇത്രയും ഇതിലോട്ട് പോണേ? എന്നിട്ട് ഞാൻ പുള്ളിയെടുത്ത് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഇത്രയൊക്കെ എന്നോട് സംസാരിച്ചിട്ട് ബ്രോ എന്നെ ഒന്ന് വിളിക്കൂ, എന്റെ അടുത്തൊന്ന് വിളിച്ചൊന്ന് കാര്യം പോലും പറയാതെ അലക്സിന്റെ കേസിലൊക്കെ എന്തിനാണ് ഇങ്ങനെ ഇതാക്കിയെന്ന് ഇവരൊക്കെ പറയുന്നുണ്ട്. ഇവര് പറയാണെന്ന് വെച്ചാൽ എന്തോ ഏതു ഇവിടെ മറ്റേ അവിടേക്ക് കിട്ടാത്തോണ്ട് അലക്സിനെ ഇവിടെ തള്ളിക്കയറ്റി തന്നതാണെന്ന്. ബ്രോ എന്താ നിങ്ങൾ പറയണേ? ഇന്ന് TVക്കകത്ത് കളിക്കുന്നതിലും മോസ്റ്റ് ഓഫ് ദ മാസിലെ പ്ലേയേഴ്സിനെ എല്ലാം സജസ്റ്റ് ചെയ്തത് സേതു തന്നെയാണ് സജസ്റ്റ് ചെയ്തത്. സേതു ഞാനും തമ്മിൽ നിന്നേക്കാളൊക്കെ വലിയ വിളി വന്നിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് വെളിയിൽ ഇറങ്ങുമ്പോൾ അവനെ മര്യാദയ്ക്കൊന്ന് സംസാരിക്കാൻ ഇതൊക്കെ അറിയാം. അവൻ ഗെയിമിന്റെ പേരിൽ എല്ലാ അപരാധവും പറയും. സേതു, എനിക്കറിയാം സേതുവിനെ, ഞാൻ സീരിയസ് ആയിട്ട് പറയാം. ഗെയിമിന്റെ പേരിൽ ഓഫ്ലൈനിലായാലും അവൻ അപരാധം പറയും, പക്ഷെ റിയൽ ലൈഫിൽ അങ്ങനെ ഒരു ഇതില്ല. ഇന്ന് മാസിൽ എത്ര പ്ലേയേഴ്സ് ഉണ്ടാ TVന്ന്? ഒരു പയ്യന് നമ്മൾ ഇവിടുന്ന് ഒരു പെർമനന്റ് ബാൻ കൊടുത്തായിരുന്നല്ലോ, ആ പയ്യനൊക്കെ ഇപ്പൊ കുണ്ണയായിപ്പോ വീണ്ടും പ്രശ്നക്കാരനായി അവൻ. ഞാൻ അതേ പറഞ്ഞു അവൻ കള്ളനാണെന്ന്. ഇപ്പൊ അങ്ങനെയായി അതൊക്കെ. നിങ്ങൾ ഈ ഓൺലൈൻ ഞാൻ നിങ്ങളടുത്ത് പറയണ കാര്യം ഇതാണ്, മനസ്സിലായ? ഈ ഓൺലൈനിൽ വന്ന് ഇവരുടെ എക്സിസ്റ്റൻസിന് വേണ്ടി പ്രസന്റ് ചെയ്യുന്ന കാര്യം പിടിച്ചുകൊണ്ട് അടി ഉണ്ടാക്കുന്നത് നിങ്ങളാണ് ഏറ്റവും വലിയ മണ്ടന്മാര്. നിന്റെയൊക്കെ കൂടെ കളിക്കുന്ന എല്ലാ അവന്മാരുടെയും പേരിന് മുമ്പ് ഉണ്ടായിരുന്ന അക്ഷരങ്ങൾ മാറി വന്നിട്ടുണ്ട്. അത് മാറാത്ത ഒരുത്തന്നെ ഞാൻ, മനസ്സിലായ? അതിങ്ങനെ കൊണ്ട് നിർത്താൻ അറിയാമെങ്കിൽ എനിക്ക് ഇനി മുന്നോട്ട് കൊണ്ടുപോകാനും അറിയാം. നീയൊക്കെ അവിടെ പോയി അവന്മാരുടെ അടുത്ത് ഇരുന്ന് കരഞ്ഞാൽ മതി, എൻ്റെ അടുത്ത് വന്ന് കരയണ്ട. അത് അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇതിൽ കൂടുതൽ വേറെ ഒന്നും പറയാനില്ല. ഈ പണ്ട് തൊട്ടേ ഞാനിപ്പോ എക്സാമ്പിൾ പറയാടാ,
ഫോർ എക്സാമ്പിൾ ഇപ്പം നോക്കിയാൽ മതി, പണ്ടത്തെ പ്ലേയേഴ്സിനെ എടുത്തോ, പണ്ടത്തെ പ്ലേയേഴ്സ് ആരെങ്കിലും ഒക്കെ എടുത്ത് ഓരോരോ പ്ലേയേഴ്സിനെ എടുത്തോ, അവരുടെ എല്ലാം ടാഗിൽ ഈ പറയണത് പോലെ അവരുടെ ഓരോ നെയിം ഉണ്ടാവും, അതുണ്ടാവും. അതല്ല, ആ സമയത്തും ഒപ്പോണന്റ് ടി വി ചെയ്യുക, ഈ സമയത്തും ഒപ്പോണന്റ് ടി വി ചെയ്യുക. പക്ഷെ ആ ഗ്യാങ്ങുകളിൽ നിന്ന് മനസ്സിലായി, ഈ ഒപ്പോണന്റ് ആയിട്ട് നിന്ന ഗ്യാങ്ങുകൾ ഇന്നില്ല. പക്ഷെ ഇപ്പോഴും അന്നും ഇന്നും ഒപ്പോണന്റ് ആയിട്ട് ഞങ്ങളുണ്ട് ഇവിടെ, ഒപ്പോണന്റ് ആയിട്ട് ഞങ്ങളുണ്ട് ഇവിടെ, മനസ്സിലായ? അതാണ് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന സാധനം. അതിൽ കൂടുതലൊന്നും നിന്നെ കൊണ്ടൊന്നും ഒരിക്കലും പറ്റത്തില്ല. നിന്നെ കൊണ്ടൊന്നും അതൊക്കെ പബ്ലിക് വെല്ലുവിളിയാണ്. ഞാൻ എന്താ ഇങ്ങനെ പറയും, നിന്നെ കൊണ്ടൊന്നും ഒരിക്കലും പറ്റൂല ഇങ്ങനെ ഒരു സാധനം ബിൽഡ് ചെയ്യാൻ. അത് നീയൊക്കെ വിചാരിക്കുന്ന രീതിയിൽ പറ്റില്ല. എടാ നേരെ വന്ന് 2 ഗ്യാങ് വാർ അടിച്ച് ജയിച്ചിട്ട് മറ്റേ വീഡിയോ ഇടുന്നതല്ല നീ പറയണ സാധനം. നിങ്ങളൊക്കെ പറയുന്ന സാധനം ഞാൻ ഉദ്ദേശിക്കുന്നത് അതല്ല. ഇത്രയും നാള് നമ്മുടെ കൂട്ടത്തിലുള്ള പ്ലേയേഴ്സിനെ അടക്കം നമ്മൾ അവർക്കൊരു കരിയറും ഇതുമെല്ലാം സെറ്റാക്കി കൊണ്ടുവന്ന് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആക്കി കൊണ്ടുവന്നതാണ് ഞാൻ പറയണ കാര്യം. അല്ലാതെ നിന്റെയൊക്കെ പോലെ നീ മറ്റേ വാർ ഉണ്ടാക്കിയിട്ട് സിനിമാറ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ ഉടനെ ജയിച്ചു. KV 2 വട്ടം തല്ലിയപ്പോഴത്തേക്കിന് KV ഒക്കെ മുകളിലായെന്നാണ് അവരുടെ വിചാരം. എവിടെടാ നീയൊക്കെ? ആരൊക്കെ പോയാലും പോയില്ലെങ്കിലും അവർ ആ ഗ്യാങ് ഇന്നും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നിന്റെയൊക്കെ കഴിഞ്ഞ ആഴ്ചത്തെ പേരാണ് ഈ ആഴ്ചത്തെ. ഒരു വാർ ജയിക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർ ഇതിനെ പറ്റി. അല്ല അത് അങ്ങനെ ആയി അളി, അങ്ങനെ ആയി ഇപ്പം. അതിന്റെ കൂടെ കൂട്ടുപിടിക്കാൻ മറ്റേ 5ാം ക്ലാസ്സിലെ പിള്ളേർ കഴിഞ്ഞ ആഴ്ച ഒരുത്തിനെ അച്ഛാന്ന് വിളിച്ചിട്ട് ഈ ആഴ്ച അടുത്ത ആളെ അച്ഛാന്ന് വിളിക്കുന്നത്. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ ഈഗിളിന് ഒരു ഓപ്പൺ ചലഞ്ച് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതും നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവിടെ ഇനി ഗ്യാങ് ആയിട്ടില്ല. ഓക്കെ, ഗ്യാങ് ആയിട്ടില്ല. അതുകൂടെ പറയുവാണ്. ഗ്യാങ് ആയാലുള്ള കാര്യമാണ് പറഞ്ഞത്. ഗ്യാങ് ആയാൽ ഞങ്ങൾ തല്ലാൻ വെച്ചിരിക്കുന്ന, ഞങ്ങൾ ഹോസ്റ്റേജ് ആക്കാൻ കഴിഞ്ഞ ഒരു 6-7 മാസമായിട്ട് ഒരുത്തിനെ വെച്ചിട്ടുണ്ട്. അല്ലേ സ്നേഹിപ്പേ? 6-7 മാസമായിട്ട് ഞങ്ങൾ ഹോസ്റ്റേജ് ആക്കാൻ ഒരുത്തിനെ വെച്ചിട്ടുണ്ട്, നോക്കി വെച്ചിരിക്കുകയാണ്. അവനെ ഗ്യാങ് ആവുന്നതിന്റെ അന്ന് TVയിലെ 35 പേരുണ്ടെങ്കിൽ 35 പേരും കയറും, അടിക്കും, അവനെ കൊണ്ടുവരും, കക്കൂസ് കഴിപ്പിച്ച് തുടങ്ങിക്കോളൂ. അതായിരിക്കും നിങ്ങളുടെ ഗ്യാങ്ങിന്റെ ഇനാഗുറേഷൻ. അത് ഞാനായിരിക്കും ഒഫീഷ്യലി ചെയ്യാൻ പോണേ. ഉറപ്പാണ്, കോൺഫിഡൻസോടെ ഞാൻ പറയും, ഞാനായിരിക്കും അത് ചെയ്യാൻ പോണത്. ഞാൻ അത് ചെയ്യും, ഞാൻ അത് ചെയ്തിട്ടേ പോത്തുള്ളൂ. കയറുന്നതിന്റെ അന്ന് തന്നെ നമ്മൾ അത് കൊണ്ടുപോയി ചെയ്യിപ്പിച്ചിരിക്കും. അങ്ങനെ ആയിരിക്കും നിങ്ങളുടെ ഗ്യാങ് ഇനാഗുറേഷൻ ചെയ്യാൻ പോണത്. മനസ്സിലായ? അതിന്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. അല്ലെങ്കിൽ നീയൊക്കെ ഇന്നലെ വന്ന ഒരുത്തിനെ പിടിച്ച് കോലീഡർ ആക്കേണ്ടി വരും. അതായത് ഗതികെട്ട് കോലീഡർ ആക്കിപ്പിക്കേണ്ടി വരും. അതിലും നാണക്കേടുണ്ടാവും ഒരു ഗ്യാങ്ങിന് നാണക്കേടുണ്ടാവും അതിലും വലിയ. അതായത് കുറച്ച് പ്ലേയേഴ്സിനെ ഗ്യാങ്ങി കളിപ്പിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഒരുത്തിനെ കളി നിർത്തിപ്പോയി ഒരുത്തിനെ തിരിച്ചുകൊണ്ട് കോലീഡർ ആക്കും. ആലോചിക്കാൻ പോലും പോയല്ലേ ആ ഗ്യാങ്ങിന്റെ ലെഗസി. അതിലും വലിയ നാണക്കേടില്ലല്ലേ? അതിലും വലിയ നാണക്കേടുണ്ടാവാൻ പോണില്ല. അപ്പം നമ്മളൊരു 6 മാസമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക അവനെ ഹോസ്റ്റലൊക്കെ. കാരണം സിറ്റി കയറില്ല, അവൻ ഇനി മറ്റേ ടർഫിന്റെ വാർച്ചാറ്റി മാത്രം കൊണയിട്ടിട്ട് പോകും. അപ്പൊ അവനെ നമ്മൾ പൊക്കും, അവനെ നമ്മൾ സിറ്റിക്കകത്ത് ഈ പറയണ പോലെ, ഇത് വെളിയിലത്തെ കാര്യം പോലെ കേട്ടോ, സിറ്റിക്കകത്ത് ഇനി ഈ അമ്പി എന്ന് പറയണ ഒരുത്തിനെ ഞാൻ വിശ്വസിക്കുകയില്ല. ജീവിതത്തിൽ ഇനി കരഞ്ഞു പറഞ്ഞാലും കാല് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കത്തില്ല. நீ நம்பணும்னு சொல்லிட்டு ஆல் த பெஸ்ட் எல்லாம் அனுப்பிச்சிட்டா நானு. കോച്ച് ഞാൻ വരെ ഓൾ ദ ബെസ്റ്റ് പറഞ്ഞ് ഞാൻ എല്ലാം ഇതാക്കിയിട്ട് പോയതല്ലേ കോച്ച്. എന്നിട്ട് പർച്ചേസിങ് പർച്ചേസ് എവിടെ തൊട്ട് തുടങ്ങിയ പർച്ചേസാ? എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 80 പേരെ പർച്ചേസ് ചെയ്ത്. ഈ 80 പേര് ഇല്ല ഇപ്പൊ. 80 പേര് പല 2 സൈഡായിട്ട് 2 ഗ്യാങ്ങായി, തള്ളക്കിവിളി അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം ഞാൻ ഈ അമ്പിക്കുട്ടന്മാരെ വിശ്വസിക്കുന്ന പരിപാടി ഞാൻ നിർത്തി ഗൈസ്. എനിക്ക് അതിൽ കൂടുതൽ വേറെ ഒന്നും പറയാനില്ല. ഇതായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ. അടുത്ത വീഡിയോസ് ബൈ ഗൈസ്.